ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ചോപ്പറുകൾ തമ്മിലുള്ളൊരു വ്യത്യാസമാണ് കേട്ടോ. ഞാൻ ആദ്യം വാങ്ങിയ ചോപ്പറാണിത്. അപ്പം ആ ചോപ്പർ വാങ്ങിയിട്ട് എനിക്ക് ഒരു പ്രാവശ്യം പോലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. യൂസ് ചെയ്യുന്ന സമയത്തേക്ക് അതിൻ്റെ ഈ ഒരു സംഭവം കംപ്ലൈൻ്റ് ആയിപ്പോയി. ഇങ്ങനെ വലിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റാതെ ഇത് കംപ്ലൈൻ്റ് ആയിപ്പോയിട്ട് ഒരു പ്രാവശ്യം പോലും യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വീണ്ടും മുമ്പ് ഞാനൊരു പ്രാവശ്യം PGൻ്റേത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതായിരുന്നു. അത് ഞാൻ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തെയാണ് ഈ കാണിക്കുന്നത്. എൻ്റെ വീട്ടിൽ വാങ്ങിയത് PGൻ്റെയാണ്. അപ്പോൾ അത് നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ PGൻ്റെ വീണ്ടും വാങ്ങി. ആ ഒരു ചോപ്പറിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതിൽ രണ്ട് സാധനങ്ങളാണ്, രണ്ട് ബ്ലേഡുകളാണുള്ളത്. ഒരു ബ്ലേഡ് ഇതാണ്, ഇത് ബ്ലേഡല്ല, ഓംലെറ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്, മുട്ട ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൈര് ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പം അതൊക്കെ ഒന്ന് അങ്ങനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണിത്. പിന്നെ ഇതാണ് ബ്ലേഡ്. ഈ ബ്ലേഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ പെട്ടെന്ന് അനുഭവം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഈ സാധനം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലേഡിൽ ഈ ഒരു ഇതിലിങ്ങനെ 5 ബ്ലേഡുകളാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പോയിൻ്റ് കാണാം. അപ്പോൾ ഈ ചോപ്പറിൻ്റെ ഈ പാത്രത്തിൽ ഇതേപോലെ ഒരു പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ ആ പോയിൻറ്റിലേക്ക് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗമല്ലേ, ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് ഇതിങ്ങനെ കുടുക്കി വെക്കണം, ഈ ഒരു ടോപ്പ്. അപ്പോൾ ഈ ടോപ്പ് ഇങ്ങനെ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഹാൻഡിലില്ലേ, ഈ ഹാൻഡിൽ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കണം. ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതാ കേട്ടോ, ഇങ്ങനെ ഈ ഒരു ഹാൻഡിൽ ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇതിൻ്റെ ഈ ടോപ്പ് സപ്പോർട്ട് ചെയ്തിട്ട് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ ഹാൻഡിൽ ഇങ്ങനെ വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് വെജിറ്റബിൾസൊക്കെ ചെറിയ പീസായിട്ട് വരും. ബ്ലേഡ് ഇങ്ങനെ തിരിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗത്ത് ഇത് പോന്ന് പോകത്തക്കതിൽ കണ്ട ഈ വൈറ്റ് കാണുന്നൊരു റബ്ബർ കൊണ്ടുള്ളൊരു റിങ്ങാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ പുഷ് ചെയ്ത് വലിക്കുന്ന സമയത്തേക്ക് പാത്രം അങ്ങനെ ഇളകി പോലും, ഇങ്ങനെ ഒരു കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് വരുന്നത്. ബ്ലേഡ് ഇട്ടിട്ടാണ് ഇപ്പം കാണിച്ചു തന്നത്. പിന്നെ ഓംലെറ്റ് അല്ലെങ്കിൽ തൈരൊക്കെ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. ഇതും സെയിം അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ട്. അത് ഇതിവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിൽ ഈ ഒരു ടോപ്പ് കറക്റ്റ് ടോപ്പിൻ്റെ ഈ ഒരു വൈറ്റ് പോർഷൻ വെച്ച് കൊടുത്തിട്ട് സെയിം ബീറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ചെറിയ ചോപ്പറാണെങ്കിൽ ഒരു 250 രൂപേൻ്റെ അടുത്തും വലിയ ചോപ്പറാണെങ്കിൽ 500 രൂപേൻ്റെ താഴെയായിട്ട് ഓഫറുള്ള സമയത്ത് 150 രൂപ മുതൽ ഓഫറൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പം മീഷോയിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇടയ്ക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വില കുറവുള്ള സമയത്ത് ഒരു 200 രൂപ ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടാറുണ്ട്. PGൻ്റെ ആകുമ്പം കുറച്ചും കൂടെ സ്റ്റാൻഡേർഡാണ്, 250 300 ആ ഒരു റേഞ്ചിൽ കിട്ടും. എങ്ങനെ ചോപ്പറിലിട്ടിട്ട് ഉള്ളി ചോപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് കുറച്ച് ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും ഒന്നും അങ്ങനെ ഒരുമിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ചോപ്പറിൽ നമുക്ക് അരിഞ്ഞിട്ട് കിട്ടൂല. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇതുണ്ടോ, എത്ര വലിപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് ചോപ്പായി കിട്ടും. പിന്നെ ഈ ഒരു ചോപ്പറിൻ്റെ പകുതി ഭാഗം വരെ മാത്രമേ പച്ചക്കറികൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ മുകളിലേക്കാവുമ്പോൾ ചോപ്പർ അത്ര ലോഡ് താങ്ങില്ല നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്തും. അപ്പോൾ ഇത്ര മതി, ഈ ഒരു ബ്ലേഡ് വരെ ആ ഒരു ഇതിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം തന്നെ ബ്ലേഡ് എടുത്ത് മാറ്റാം. ബ്ലേഡ് എടുത്ത് മാറ്റാതെ ഇതിൽ കൈ ഇടരുത്, മുറിയും. അപ്പോൾ ബ്ലേഡ് എടുത്ത് മാറ്റിയതിന് ശേഷം കണ്ടോ നല്ല ചെറുതാക്കി അരിഞ്ഞ പോലെ കിട്ടും. അപ്പോൾ ഇതാണ് ചോപ്പറിൻ്റെ ഫങ്ഷൻ. ചോപ്പർ വീട്ടിലില്ലാത്ത ആൾക്കാർ എന്തായാലും വാങ്ങിക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ. നമ്മളെ കിച്ചണിലേക്ക് എളുപ്പത്തിൽ വെജിറ്റബിൾസ് എല്ലാം ഇതിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും.
പ്രത്യേകിച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് കുറേ ടൈം പോകും, അല്ലെങ്കിൽ ഉപ്പേരിക്കൊക്കെ അരിഞ്ഞിട്ട് ഒരുപാട് ടൈം പോകും. അതൊക്കെ സമയലാഭമാണ്. ശ്രദ്ധിക്കാനുള്ള ഒറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ബ്ലേഡാണ്. ബ്ലേഡ് അത്യാവശ്യം നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ്. കൈ മുറിഞ്ഞ അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയണത്. ആ ഒരു കാര്യം മാത്രമേ ഇതിലൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൂ. ബാക്കി പണി എളുപ്പമാക്കാൻ ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണിത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. ഈ രണ്ട് ചോപ്പറും തമ്മിലൊരു വ്യത്യാസമാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.